നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലേൺ വിത്ത് നിവേദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് മത്സരപരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ വിശദീകരണവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പാർട്ട് 1 വീഡിയോയാണ്. തുടർന്നും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. മധ്യകാല ഇന്ത്യാ ചരിത്രം ആരംഭിക്കുന്നത് അറബികളുടെ സിന്ധ് ആക്രമണത്തോടുകൂടിയാണ്. ഇസ്ലാമിന്റെ കവാടം അഥവാ ദി ഗേറ്റ് വേ ഓഫ് ഇസ്ലാം എന്ന് അറിയപ്പെടുന്ന പ്രദേശം. ഉത്തരം സിന്ധ്. അറബികളുടെ ആദ്യ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം AD 712. അറബികളുടെ ആദ്യ സിന്ധ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മുഹമ്മദ് ബിൻ കാസിം. ഇന്ത്യയെ ആക്രമിക്കാൻ കാസിമിനെ അയച്ച ഇറാഖിലെ ഗവർണർ അൽ ഹജ്ജാജ് ബിൻ യൂസഫ്. മുഹമ്മദ് ബിൻ കാസിമിനാൽ വധിക്കപ്പെട്ട സിന്ധിലെ ഭരണാധികാരി ഉത്തരം ദാഹിർ. അറബികൾ കൈവശപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ ഭൂപ്രദേശം സിന്ധ്. അറബികൾ മുൾട്ടാൻ കീഴടക്കിയ വർഷം AD 713. രജപുത്രരും അറബികളും തമ്മിൽ രാജസ്ഥാൻ യുദ്ധം നടന്ന വർഷം AD 738. അറബികളുടെ സിന്ധ് ആക്രമണത്തെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ചാച്ചനാമം. അടുത്തതായി മുഹമ്മദ് ഗസ്നിയെക്കുറിച്ച് പഠിക്കാം. മുഹമ്മദ് ഗസ്നിയുടെ യഥാർത്ഥ നാമം ഉത്തരം യമൻ അദ്ദാവല അബ്ദുൾ ഖാസിം മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നി സ്വീകരിച്ച സ്ഥാനപ്പേര് എമീൻ അൽ ദൗൾ. മുഹമ്മദ് ഗസ്നി കനൌജ് ആക്രമിച്ച വർഷം 1018. ഗസ്നിയുടെ ആക്രമണങ്ങളെ നേരിട്ട ആദ്യ ഇന്ത്യൻ ഭരണാധികാരി ജയപാലൻ. മുഹമ്മദ് ഗസ്നി പരാജയപ്പെടുത്തിയ ഷാഹി വംശത്തിലെ ഭരണാധികാരികൾ ഉത്തരം ജയപാലൻ, ആനന്ദപാലൻ. മുഹമ്മദ് ഗസ്നിയുടെ അവസാന ഇന്ത്യാ ആക്രമണം നടന്ന വർഷം 1027. മുഹമ്മദ് ഗസ്നി അന്തരിച്ച വർഷം 1030. അടുത്തതായി നമുക്ക് രജപുത്രന്മാരെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയിലെ ക്ഷത്രിയ വിഭാഗത്തിൽപ്പെടുന്നവരാണ് രജപുത്രന്മാർ. ഡൽഹി ആദ്യമായി ഭരണാധികാര കേന്ദ്രമാകുന്നത് രാജപുത്ര വിഭാഗത്തിൽപ്പെട്ട തൊമര രാജാക്കന്മാരുടെ കാലത്തായിരുന്നു. തൊമര രാജാക്കന്മാരുടെ കാലത്തു ഡൽഹി ദില്ലിക എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തൊമര രാജാക്കന്മാർക്ക് ശേഷം ഡൽഹിയിൽ ഭരണത്തിൽ വന്ന രാജവംശമായിരുന്നു ചൗഹാൻ വംശം. റായ് പിത്തോറ അഥവാ കാൽപ്പനികനായ പോരാളി എന്നറിയപ്പെട്ടിരുന്ന രാജാവ് ഉത്തരം പൃഥ്വിരാജ് ചൗഹാൻ. പൃഥ്വിരാജ് ചൗഹാന്റെ ഭരണകാലഘട്ടം 1175 മുതൽ 1192 വരെയായിരുന്നു. പൃഥ്വിരാജ് ചൗഹാന്റെ ആസ്ഥാന കവിയായിരുന്നു ചൻബർദായി. ചൻബർദായിയുടെ പ്രശസ്തമായ കൃതിയായിരുന്നു പൃഥ്വിരാജ് റാസോ. പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹിയിൽ നിർമ്മിച്ച നഗരമാണ് കില റായ് പിത്തോറ. നമ്മൾ ഈ വീഡിയോ ഇവിടെ വച്ചു നിർത്തുകയാണ്. ഇതിന്റെ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഡൽഹി സുൽത്താനേറ്റിനെക്കുറിച്ചും അതിലെ പ്രധാന രാജാക്കന്മാരെക്കുറിച്ചുമാണ് പറയുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.